மேடம், பாக்குறதுக்கு ஒரு ப்ரொடியூசர் வந்திருக்கு. ஆரா? யாரும் என்கிட்ட சொல்லல. ஒரு புது படத்துக்கு புக் பண்ணதுக்காக வந்தது. நான் 50,000 கேட்டேன். அவன் ശരിന്നിട്ട്. അടുത്ത 6 മാസത്തേക്ക് കോൾ ഷീറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഡേറ്റ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് பண்ணிடலாம் മാഡം. അല്ല ഞാൻ பார்த்துக்கிறேன். മാഡം വന്നൊന്ന് பார்த்தா போதும். அந்த குமாரி தங்கமணி காலையில என்ன காணோம். வந்த ப்ரொடியூசருக்கு ஒரு கப் காபி கொடுக்கிறது யாரும் கிடையாது. நம்ம தலைவலி. I will manage it. கொஞ்சம் வந்து பாருங்க. പഴയ അതേ നോട്ടം തന്നെ. പക്ഷേ ഇന്ന് നീ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. വരൂ, ഇരിക്കൂ. എഴുന്നേൽക്കൂ, പുറത്തു പോകൂ. ദേഷ്യപ്പെടാതെ. നമ്മുടെ ആ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? ഇല്ല, ഞാനത് കീറിക്കളഞ്ഞു. സാരമില്ല, കോപ്പികൾ ഇനിയുമുണ്ട്. വേണമെങ്കിൽ തരാം. നിങ്ങൾ കള്ളനാണ്, ചതിയനാണ്. മാത്രമല്ല, നിന്റെ ഭർത്താവും കൂടിയാണ്. അന്നൊക്കെ നിനക്ക് എന്നോട് എന്ത് സ്നേഹമായിരുന്നു. ഇത്രയധികം വെറുക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഓർമ്മശക്തി നിനക്ക് നഷ്ടപ്പെട്ടിരിക്കാം. പക്ഷേ നമ്മുടെ ഫോട്ടോ കാണുമ്പോഴെങ്കിലും നീ എന്നെ തിരിച്ചറിയുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇന്നൊരു പ്രശസ്ത നടിയാണ്. എന്റെ ഫോട്ടോ കിട്ടാൻ നിങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല. നിങ്ങളുടെ ഫോട്ടോയും എന്റെ ഫോട്ടോയും ഏതെങ്കിലും ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ കൊടുത്ത് അതൊരു വിവാഹ ഫോട്ടോ ആക്കിയെടുക്കാൻ ആർക്കും സാധിക്കും. പക്ഷേ രജിസ്റ്റർ ഓഫീസിലെ രേഖകൾ മാറ്റാൻ ആർക്കും കഴിയില്ലല്ലോ. നിങ്ങൾ എന്നാണ് എന്നെ വിവാഹം കഴിച്ചത്? എവിടെയാണ് ജീവിച്ചത്? എങ്ങനെയാണ് പിരിഞ്ഞത്? അങ്ങനെ ബുദ്ധിപൂർവ്വമുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഉദ്യോഗം തേടി മദ്രാസിലെത്തിയ നിന്നെ ഞാൻ കണ്ടുമുട്ടി. നമ്മൾ ഒരു നാട്ടുകാരായിരുന്നു. ഞാൻ നിന്നെ സഹായിച്ചു. നമ്മൾ സ്നേഹിച്ചു, വിവാഹിതരായി, സന്തോഷമായി ജീവിച്ചു. പിന്നെ ഒരു ദിവസം ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി നമ്മുടെ ടാക്സിയിൽ ഒരു ലോറി വന്നിടിച്ചു. നമ്മൾ ആശുപത്രിയിലായി. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ നീ എന്റെ അരികിലുണ്ടായിരുന്നില്ല. കള്ളം, പച്ചക്കള്ളം. സുമതി, നീ എന്റെ കൂടെ വരൂ. രേഖകളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇനിയും ഒഴിഞ്ഞു മാറാനാണ് ഭാവമെങ്കിൽ ഈ കഥ തെളിവുകൾ സഹിതം ഞാൻ എല്ലാ പത്രങ്ങൾക്കും കൊടുക്കും. ഒരു നടിയെന്ന നിലയിൽ അത് നിന്റെ ജീവിതത്തെ ബാധിക്കും. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ തന്നെ തീരുമാനിക്കും. മുറിവേറ്റ പാമ്പിന് മറ്റൊന്നും പ്രശ്നമല്ല. ലക്ഷ്യം നിറവേറ്റാതെ തിരിച്ചു പോകാനും അതിന് കഴിയില്ല. அந்த ப்ரொடியூசர் போயாச்சா? பார்த்தப்ப நல்ல ஆளான்னு തോന്നി. അതുകൊണ്ട് ഞാൻ തന്നെ പോയി ഹോർലിക്സ് കലക്കി കൊണ്ടുവന്നതാ. அட்வான்ஸ் கூட கொடுக்கலையே மகாபாவி. எவ்வளவு சிரமப்பட்டு நான் கால் ஷீட் அட்ஜஸ்ட் பண்ணது. இனி இப்ப இதென்ன பண்றது? நாமே சாப்பிடுவோம். പണവും പ്രശസ്തിയും ഉണ്ടാകുമ്പോൾ അവകാശം പറഞ്ഞെത്താൻ 1000 പേരുണ്ടാകും. കുറെ ബഹളം കൂട്ടി നോക്കും. കാര്യം നടക്കുന്നില്ലെന്ന് കണ്ടാൽ സ്വയം പിന്തിരിഞ്ഞു പൊക്കോളും. അതിന് ആശയം ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അതില്ല രഘുവേട്ട, അയാൾ ആ ഫോട്ടോ പത്രങ്ങളിൽ കൊടുത്താൽ അയാളുടെ ലക്ഷ്യം അതല്ലല്ലോ. എന്തോ എനിക്ക് വല്ലാതെ പേടിയാവുന്നു. പോലീസിനൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്താലോ? അപ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക. പ്രത്യേകിച്ചും ആശ കൂടുതൽ പ്രശസ്തിയിലേക്ക് വരുന്ന ഈ അവസരത്തിൽ. രഘുവേട്ടൻ കൂടെയില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ വിഷമിച്ചേനെ. ധൈര്യമായിരിക്കൂ. ഇന്ന് ഷൂട്ടിംഗ് ഇല്ലേ? ഉണ്ട്. പ്രതാപം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരാൻ പറഞ്ഞു. ഞാനിപ്പോ ഷൂട്ടിങ്ങിന് പോവാ. ഇന്ന് അവിടെ വന്നിട്ട് പോയാൽ മതി. ஒருங்கோ மத்தியானத்துக்கு மேல அட்ஜஸ்ட் பண்ணலாம். താൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണ്ട. വാടി ഇവിടെ. വാടി ഇവിടെ. അയ്യോ
എല്ലാരും പോയടാ. പോയി. ധൈര്യമുള്ള നീ വാടാ, അടിച്ച് പല്ലു ഒഴിക്കടാ. മുഖത്തിന്റെ ഷേപ്പ് മാറ്റി ഹോട്ടൽ വരീ. ഹലോ, എന്താ? സ്വാമിയെ കാണുന്നില്ലല്ലോ. സ്വാമി എവിടെ പോയി? സ്വാമി, സ്വാമി. എന്നമ്മാ കൂപ്പിട്ടീங்களா? കൂപ്പിട്ടു. എവിടെ? ഹലോ, സ്വാമി ഇതിനകത്ത് എന്തെടുക്കുക? ஆமாண்டா, இந்த கால் ஷீட் விஷயமா 2 நாளா தூங்க முடியல. എന്നാലേ സ്വാമി ഒരു കാര്യം ചെയ്യും. சரி, വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളൂ. വാടാ, വാ. സ്വാമി ചമ്മീട്ട. ഹലോ, ടാറ്റാ. என்ன டிஸ்மிஸ்ஸலா? எனக்கு என்ன? இந்த டயரி கைவசம் இருக்கிறது வரைக்கும் இந்த சுப்பு வயிறு அசைக்க முடியாது. இந்த பிளாக் அண்ட் ஒயிட் எல்லாம் இதுல தான் இருக்கு. எந்த ஹீரோயின் கிட்ட போனாலும் வாங்க சாமி நீங்க தான் மேனேஜர்னு சொல்லுவாங்க. அந்த கைராசி இருக்கு இந்த டயரி. എളുപ്പത്തിൽ നേടാവുന്ന ഒരു കാര്യമല്ല പ്രതാപൻ ആഗ്രഹിക്കുന്നു. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ എന്ത് വേണം? ഞാനൊരു വഴി പറയാം. ആ കണ്ണുപൊട്ടനുമായുള്ള ബന്ധമാണ് എല്ലാറ്റിനും തടസ്സം. അവനെ ഭീഷണിപ്പെടുത്തി അവളിൽ നിന്നും അകറ്റണം. ദാറ്റ് ഈസ് കറക്റ്റ്. ആരും കാണുന്നില്ലല്ലോ. ആരില്ലേ അവിടെ? ആരാ? എന്താ? എനിക്ക് അമ്മയൊന്ന് കാണണം. എന്റെ അമ്മ നാട്ടിലാ. വയസ്സായ പിന്നെ പുറത്തിറങ്ങാറില്ല. നിങ്ങളുടെ അമ്മയല്ല, ഇവിടുത്തെ ആശാമ്മേ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങളോട് പറയണം, എന്നിട്ട് ആശാമ്മയെ കാണാൻ പറ്റും. അങ്ങനെ അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കാനും എന്നെ കൊണ്ട് വയ്യ. ഞാനും എന്റെ മക്കളും ജീവിക്കണോ മരിക്കണോ എന്ന് ഇന്ന് എനിക്കറിയണം. ആരാ അവിടെ? എന്റെ പുരുഷനെ നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടില്ലേ? ഞാനും ഈ 6 കുട്ടികളും എങ്ങനെ കഴിയും? അദ്ദേഹം ആണെങ്കിൽ ഇനി പുറത്തൊന്നും ജോലിക്ക് പോയില്ലെന്നും പറഞ്ഞ് ഒറ്റ ഇരിപ്പാ. ഓ, സ്വാമിയുടെ ഭാര്യയാണോ? അതെ അമ്മ. ഞങ്ങൾക്ക് ആകെ കൂടി ഒരു ആശ്രയമുള്ളത് അദ്ദേഹമാ. അദ്ദേഹത്തിന് ജോലി ഇല്ലാതായാൽ ഞങ്ങൾ എങ്ങനെ കഴിയും? എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ എന്നോട് ആത്മാർത്ഥതയുള്ളവരായിരിക്കണം. എനിക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ അവിടെ വിട്ടിട്ട് ഓടിപ്പോകുന്നവരെ കൊണ്ട് എന്താണ് പ്രയോജനം? നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം. എനിക്ക് ഏതായാലും എന്റെ പ്രോഗ്രാംസ് ഒക്കെ എഴുതാനും ഫോൺ അറ്റൻഡ് ചെയ്യാനും ഒക്കെ ഒരാൾ വേണമെന്നേ ഉള്ളൂ. അതിന് സ്വാമി തന്നെ വേണമെന്നില്ല, നിങ്ങളായാലും മതി. ഞാനോ? നല്ലതാ, പെണ്ണുങ്ങൾ സെക്രട്ടറിമാരാകുന്ന ഒരു അട്രാക്ഷനാ. സമ്മതമാണെങ്കിൽ നാളെ മുതൽ വന്നോളൂ. പക്ഷെ ഒരു കാര്യം, താമസം ഇവിടെ തന്നെ ആക്കണം. അപ്പൊ ഈ കുട്ടികളൊക്കെ ഇത്രയും നാളും നിങ്ങൾ ഇവരെ നോക്കിയില്ലേ, ഇനി സ്വാമി നോക്കട്ടെ. വാങ്ങോ, ലജ്ജിക്കാതെ വാങ്ങോ, വാ. ഇതാണ് ഞങ്ങളുടെ അന്നദാതാവ്. ഇത് സ്വാമിയുടെ സംസാരം. സ്വാമിക്ക് പകരം പുതിയതായി ചാർജ് എടുത്ത സ്വാമി പവിഴം. നമസ്കാരം. നമസ്കാരം. ആശാമ്മയുടെ അമ്മയാണോ? അയ്യോ, അമ്മയോ? ആശാമ്മയുടെ അനിയത്തിയാണെന്ന് എത്ര പേരാ എന്നോട് ചോദിച്ചിരിക്കുന്നത്. കുമാരി തങ്കമണിയെ അറിയില്ലേ? അനേക ചിത്രങ്ങളിൽ 1000 ആളുകളുടെ ഇടയിൽ ഒരാളായും ഈ ഉത്സവ സീനുകളിലും വിവാഹ സീനുകളിലും ഈ അനേകം തോഴിമാരുടെ ഇടയിൽ ഒരു തോഴിയായും മറ്റും അഭിനയിച്ച് പ്രസിദ്ധിയാർജിച്ച ഈ അത്യുജ്വല താരത്തിന്റെ ഉദരം കാണാൻ വീർപ്പടക്കി നിൽക്കുകയാണ് ജനം. മനസ്സിലായോ? അതുവരെ വെറുതെ നിൽക്കണ്ട എന്ന് കരുതി ഇവിടെ ചോറും കറിയും വെച്ച് കഴിയാണ്. കൂട്ടത്തിൽ അത് മറക്കാതിരിക്കുകയും ചെയ്യുമല്ലോ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എങ്ങനെ മനസ്സിലാകാനാ? വയസ്സായ കണ്ണാടി വെക്കാൻ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് മടിയല്ലേ? എനിക്കത്ര വയസ്സൊന്നും ആയിട്ടില്ല. കുമാരി തങ്കമണി, ഒരു കാര്യം ചെയ്യൂ, ഒരു ഗ്ലാസ് ചായ എടുത്തു കൊണ്ടുവരൂ. അത് കഴിച്ചു പറയട്ടെ കുമാരി തങ്കമണി ആരാണ് എന്ന്. അങ്ങനെ ഒരാളും എന്നെ പറ്റി പറയണ്ട, ഞാൻ ഉണ്ടാക്കിയ ചായ കുടിക്കണ്ട. എന്നാൽ ചായ ഉണ്ടാക്കണ്ട കേട്ടോ മിസ്സിസ് സ്വാമി. ഇവിടെ വരുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആർക്കും വയസ്സ് കൂട്ടി പറയരുത്. പെണ്ണാണെങ്കിൽ എന്നും സ്വീറ്റ് 70, മധുര 17. ആണാണെങ്കിൽ സ്വീറ്റ് 71, മധുര 27. വരൂ, മറ്റുള്ളവരെ പരിചയപ്പെടണ്ടേ? വാ. ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്ന് എനിക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. എല്ലാ ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് നമ്മുടേത് മാത്രമായ ഈ ലോകത്തിരിക്കുമ്പോൾ
പണ്ടൊക്കെ ഏകാന്തതയായിരുന്നു എനിക്കിഷ്ടം. ഇപ്പോൾ അതിനെയാണ് ഏറ്റവും ഭയം. കുട്ടിക്കാലത്ത് കടൽക്കരയിൽ വന്ന് തിരമാലകളെയും നോക്കി ഞാൻ മണിക്കൂറുകളോളം നിൽക്കാറുണ്ടായിരുന്നു. പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യങ്ങളും അന്ന് ഞാൻ കണ്ണു നിറയെ കണ്ടു. വിധി ഇന്ന് എന്നെ ഇരുട്ടിന്റെ ലോകത്തിലാഴ്ത്തിയെങ്കിലും ഞാൻ സംതൃപ്തനാണ്. ആശയുടെ സ്നേഹം എന്നും എനിക്ക് വെളിച്ചം നൽകുന്നു. എന്താ ആശേ? ആ പ്രതാപന്റെ ആളുകൾ. ഓ, അവരെവിടെയും എത്തിയോ? ചേട്ടാ, എനിക്ക് പേടിയാവുന്നു. വരും, നമുക്ക് പോകാം. നിൽക്കൂ. വേണ്ട, നമുക്ക് പോകാം. എന്താ രണ്ടുപേർക്കും ഒരു വിഷമം പോലെ? വിഷമമൊന്നുമില്ല. എന്താണെന്ന് പറയൂ. അല്ല, അതിപ്പോ എങ്ങനെ മാഡത്തോട് പറയാ? മാഡം തീരുമാനിച്ച കാര്യ. ഞങ്ങൾ എന്തെങ്കിലും പറയാന്ന് വെച്ചാൽ മാഡത്തിന് തെറ്റിദ്ധാരണയാവും. എന്താണ് ഉണ്ടായെന്ന് പറയൂ. സ്വാമിയെ പോലെയല്ല സ്വാമിയുടെ ഭാര്യ. അതറിയാം. അതല്ല, ഈ സ്വാമിയുടെ അടക്കവും ഒതുക്കവും വിനയൊന്നും ഭാര്യക്കില്ലേ? എന്താ ഇപ്പോഴിങ്ങനെ തോന്നാൻ കാരണം? ഇപ്പഴല്ല, തോന്നി തുടങ്ങിയിട്ട് കുറെ നാളായി. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യായി. സംശയം ഉണ്ടെങ്കിൽ മാഡം വന്ന് നോക്കൂ. വരണം മാഡം. എന്താ കൊള്ളാമോ? നിന്ന് ചുരുളാതെ പോയി ചേല എടുത്തോണ്ട് വാപവിഴം. വേണ്ട, നിങ്ങൾക്ക് ഇത്തരം വേഷമാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ ആയിക്കൊള്ളട്ടെ. പക്ഷേ പകുതി മോഡേണും പകുതി നാടനുമായിട്ട് വേണ്ട, മുഴുവൻ മോഡേണാകുക. ആ, ഈ മുടിയും ഈ മൂക്കുത്തിയൊക്കെ മാറ്റി നല്ല സ്റ്റൈലായിട്ട് നടക്കുക. ആ, പിന്നെ എന്റെ കുറെ ഡ്രസ്സുകൾ തരാം. പോരെ? ഇത് നമ്മുടെ പ്രമോഷൻ പോലെ ആയല്ലോ. അല്ല, ഓരോരുത്തർക്ക് പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്ന ഓരോ ഭാഗ്യേ. യു ഗോ മാൻ. എന്തോ